നിനക്കെന്തോ എന്നോട് പറയാനുണ്ടെന്ന് തോന്നുന്നു. ആ ഉണ്ട്. ഇനിയും അത് പറഞ്ഞില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് എന്റെ ജീവിതമാണെന്ന് തോന്നി. എന്റെ കാര്യങ്ങൾക്ക് ഞാൻ തന്നെ തീരുമാനം എടുക്കാതെ പറ്റില്ലല്ലോ. നീ എന്ത് തീരുമാനം എടുക്കാൻ പോകുന്നത് അതാദ്യം കേൾക്കട്ടെ. രാജീവേട്ടൻ ഏതാണ്ട് എന്നെ ഉപേക്ഷിച്ച മട്ട. അതുകൊണ്ടാണല്ലോ ഡിവോഴ്സ് ലെറ്റർ വിട്ടിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ 100 കൂട്ടം പ്രശ്നങ്ങൾ എടുത്ത് തലയിൽ വെച്ചിരിക്കാം എന്റെ അമ്മയും അച്ഛനും. രാജീവേട്ടന്റെ വീട്ടിലോ എനിക്ക് അവിടെ സ്ഥാനമില്ല. ഇങ്ങനെ പോയാ ഇവിടെയും സ്വസ്ഥതയോടെ എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് എനിക്ക് കുഞ്ഞിനെ വേണ്ട. ശാരികേ, ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥനയും വഴിപാടുകളും കഴിപ്പിച്ച് അമ്പലങ്ങൾ തോറും കയറി ഇറങ്ങി നീ തന്നെയാണോ ഈ പറയുന്നത്? പറഞ്ഞു പോവും. സാഹചര്യം അതാ. ഞാൻ തന്നെ ഇവിടെ കഴിയുന്നത് അച്ഛന്റെ അമ്മയുടെ കാരുണ്യത്തിലാ. ആ കാരുണ്യം നിങ്ങൾക്ക് വരാമെങ്കിൽ നിനക്കൊരു കൊച്ചിനെ വളർത്താനാണോ പ്രയാസം? എടി മോളെ, നീ ഇങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ലായിരുന്നു ശാരി. ശാരികേ, നിങ്ങൾ പറയുന്ന എല്ലാം ഞാൻ കേട്ടില്ലെങ്കിലും ഏറെക്കുറെ കേട്ടത് വെച്ചിട്ട് ഞാനൊരു കാര്യം പറയാം. കണ്ടുപഠിക്കാനും മാതൃകയാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഏറ്റവും നല്ല ഉദാഹരണം നിന്റെ അമ്മയല്ലേ? ഞാനില്ലാഞ്ഞിട്ട് പോലും ഒരല്ലലും ഇല്ലാതെ നിങ്ങൾ 3 പേരെയും വളർത്തി. അവൾക്കൊപ്പമല്ല, അവൾക്ക് മേലെ അവൾ നിങ്ങളെ വളർത്തി.